ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ സമോസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിചാരം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. എന്നാലും പുതിയ പുതിയ വീഡിയോകൾ കാണാൻ പറ്റുള്ളൂ. ഇപ്പം അപ്പോൾ നമുക്ക് ഈ സമോസ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഇനി ഞാനത് 200 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് സമോസയ്ക്കുള്ള ഷീറ്റ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ഗ്രീൻ ബീൻസ്. അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് നന്നായി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, കുറച്ച് എരിവിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് നമ്മുടെ പാകത്തിന് വേണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾ ഒന്ന് വേവിക്കണം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളൊക്കെ നന്നായി കഴുകി നോക്കി കുക്കറിലിട്ട് ഒരു 2-3 വിസിലടിക്കാം. അപ്പോൾ ചെയ്യാം. നമ്മൾ ഈ വെജിറ്റബിളുകളൊക്കെ കൂടിയിട്ടിട്ട് ഒരുമിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വേവിക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് നുറുക്കി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് വെച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ അതൊരു കളർ മാറും. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ പീസാക്കാം. അതുപോലെ ക്യാരറ്റ് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് വേവിക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് വെക്കുന്നവരുണ്ട്. നമുക്കിതിപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ടിട്ട് നമുക്കിത് വേവിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ പീസുകളാക്കി നമ്മൾ കുക്കറിലൊന്നിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ പച്ചമുളകൊന്നും ഇടണ്ട. നമ്മൾ ഈ വെജിറ്റബിളിൽ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും മാത്രം ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് കേട്ടോ. ബീൻസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്, അപ്പോൾ അതും കൂടി ഇല്ല. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാം. കുറേ അധികം വെള്ളം വെക്കേണ്ട, നമുക്കിത് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത്ര വെള്ളം വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ വേവാൻ വെച്ചിട്ട് ഇനി ആ നേരം കൊണ്ട് നമുക്ക് സമോസയുടെ ഷീറ്റ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മൈദമാവ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് കൂട്ടിയിട്ട് കൊടുക്കും. എല്ലായിടത്തേക്കും ഒന്ന് ഓയിലൊക്കെ ഒന്ന് ആവാനായിട്ട്. നമ്മുടെ ഇത് നന്നായി ഒന്ന് തിരുമ്പി കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പും ഓയിലും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം.
ഇത് നമ്മുടെ മൈദമാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു 10 മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇതിൽ തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മൈദ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായി ഒന്ന് കുഴക്കാം. അപ്പോൾ നമ്മുടെ മൈദ ഇപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിനി സവാളയും ഇഞ്ചി പച്ചമുളക് വേപ്പിലയും മല്ലിയിലൊക്കെ നന്നായി ഒന്ന് ചെറുതാക്കി നുറുക്കി വയ്ക്കാം. നമുക്ക് അതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കുക. മല്ലിയിലും വേപ്പിലും ഒരുമിച്ചുകൊണ്ട് നുറുക്കിയിരുന്നു ചെറുതാക്കി ഇടാം. നമുക്കത് കഴിക്കുമ്പോഴും വലിയ കുഴപ്പമുണ്ടാവില്ല. വലിയ പീസായി കിടക്കുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ തടസ്സമായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ നന്നായി വെന്തുണ്ട്. ഇനി നമുക്കത് മസാലയൊക്കെ ഇട്ട് ശരിയാക്കാം. ചൂടായി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വാടി വെച്ചിട്ടേക്കാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട, നന്നായി ഒന്ന് വാടിയാൽ മതി ഉള്ളി. സവാളയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വാടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഗരം മസാലയുടെ മണം നല്ല അതിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളം വേണ്ട കേട്ടോ, നമുക്ക് ഇതിൽ നല്ല കട്ടിയായിട്ട് കിട്ടണം. അപ്പോൾ വെള്ളം വീഴുന്നില്ല. നന്നായി ഇളക്കി വെള്ളം വറ്റിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. വെള്ളപ്പം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറയുണ്ടോയെന്ന് നോക്കിക്കോളാം. ഇതിനകത്ത് ഉപ്പ് നോക്കുക. അത് കഴിഞ്ഞിട്ട് കുറയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഗരം മസാല ഇടുന്ന കാരണം എരിവ് അത്യാവശ്യം അതിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ പച്ചമുളകും ഉണ്ടല്ലോ, പിന്നെ ചുവന്ന മുളകൊന്നും ഇടണ്ട. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ട് നമുക്കിത് സ്റ്റവ് ഓഫാക്കി ചൂടാറാൻ വയ്ക്കും. അപ്പോൾ നമ്മുടെ മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി വെക്കാം. എന്നിട്ട് നമുക്കത് പരത്തിയെടുക്കണം. നമുക്കിവിടെ പരത്താൻ പോകാം. നന്നായി കനം കുറച്ചിട്ട് പരത്തണം കേട്ടോ. കുറച്ചിങ്ങനെ നീളത്തിലായാൽ മതി. ഇത് നമുക്കത് എളുപ്പം മുറിക്കാൻ പറ്റും. ഇത്ര നീളത്തിൽ എടുക്കാം. എന്നിട്ട് ഇവിടെ നല്ല ഇതിൽ കട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതേപോലെ ഒപ്പത്തിനൊന്ന് കട്ട് ചെയ്തൊരു ഷേപ്പാക്കി എടുക്കാം. ഏത് മോഡലിൽ നമുക്ക് ഇത് പരത്തിയിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നീക്കി വയ്ക്കുന്ന സ്ഥലത്ത് ഒത്തിരി മൈദപ്പൊടി തൂക്കി കൊടുക്കും. അത് നമുക്ക് എടുക്കാൻ എളുപ്പം കിട്ടാനായിട്ട് നമുക്കിതിനെ അതേപോലെ എല്ലാ ഉരുളകളും നമുക്ക് പരത്തിയെടുക്കാം. ഇത്ര കനം കുറഞ്ഞിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്.
അപ്പോൾ നമ്മുടെ സമോസയുടെ ഷീറ്റൊക്കെ നമ്മൾ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഷേപ്പിലായി കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കാം. അധികം ചൂട് വേണ്ട, ചെറിയൊരു ചൂട്. നമ്മൾ ഈ ദോശക്കല്ല് വെച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളൊന്ന് പെട്ടെന്ന് മറിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ തളങ്ങാടി കിടക്കുന്നത് നമുക്കൊന്ന് ഇത്തിരി കട്ടിയിൽ കിട്ടും. അപ്പോൾ നമുക്കത് ഒട്ടിക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സമോസയുടെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇത്തിരി വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ നമുക്കത് പശ പോലെ ഒട്ടിക്കാനായിട്ട്. ചട്ടി നന്നായി ചൂടായിട്ട് അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ചിടാം. എന്നിട്ടൊന്ന് ഇത് പതുക്കെ എടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. പെട്ടെന്ന് എടുക്കാം. കട്ടി കനം ആയിട്ട് വരുന്നത്. അപ്പം നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കത് മാറ്റി. അപ്പോൾ നമ്മുടെ ഇത് മൈദ ഷീറ്റ് ഇങ്ങനെ ചൂടാക്കിയപ്പോൾ നല്ല കട്ടിയിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിത് പിടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിതിലേക്ക് ഫില്ലിങ് നിറയ്ക്കാം. നമ്മൾ ആദ്യം ഇതിങ്ങനെ നിരത്തി വെച്ച് ഈ ഭാഗത്ത് നമ്മൾ മൈദമാവിൻ്റെ ഇത് കുറുക്കിയത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ അടുത്ത കൈയുടെ ഈ മൂലയിൽ വെച്ചിട്ട് നമുക്കിതിനിങ്ങനെ മടക്കി കൊടുക്കാം. അതുകൊണ്ട് ഇതിലൂടെ പശ വെച്ച് കൊടുത്ത് നന്നായി ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് പശ വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഈ മൂലകളൊക്കെ നന്നായി ഒന്ന് അമർത്തി കൊടുത്ത് അടച്ചു വയ്ക്കുക. നന്നായി പശ വെച്ച് തേച്ചോളാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് നമുക്കൊന്ന് തീ കുറച്ചിടാം കേട്ടോ. അധികം വലിയ തീയിൽ വേണ്ട. എന്നിട്ട് നമുക്കിത് പതുക്കാനത് വെച്ചോ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം. രണ്ട് ഭാഗം ഒരു ബ്രൗൺ കളറാവണ വരെ നമുക്കത് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് സമോസ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് പോരാം. തീ വല്ലാണ്ട് കൂടിയിട്ട് നമ്മൾ ഈ സമോസ ഇടുമ്പോൾ അതിൻ്റെ ഒട്ടിച്ച ഫില്ലിങ്സൊക്കെ കൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ.